അധികാരത്തിന്റെ ഹുങ്കിൽ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കൈവയ്ക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയൊരു പാഠമായി മാറുകയാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പഴയ സംഭവങ്ങൾ. ഗർഭിണിയായ യുവതിയെ കരണത്തടിച്ച മുൻ SHO KG പ്രതാപചന്ദ്രനെതിരെയുള്ള നിയമ പോരാട്ടം വെറുമൊരു സസ്പെൻഷനിൽ ഒതുക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ബെൻജോ ഷൈമോൾ ദമ്പതിമാർ. മിന്നൽ പ്രതാപൻ എന്നാണ് പോലീസ് സേനയിൽ പ്രതാപചന്ദ്രനുള്ള വിളിപ്പേര്. CCTV ദൃശ്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ പ്രതാപചന്ദ്രൻ എന്ന ഉദ്യോഗസ്ഥന്റെ ക്രൂരതയുടെയും മർദ്ദന മനോഭാവത്തിന്റെയും കറുത്ത ഏടുകളാണ് ഓരോന്നായി തെളിയുന്നത്. 2024 ജൂൺ 20-നായിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ആ സംഭവം ഉണ്ടായത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഭർത്താവിനെ അന്വേഷിച്ചാണ് കൈക്കുഞ്ഞുമായി ഷൈമോൾ നോർത്ത് സ്റ്റേഷനിൽ എത്തിയത്. ആ സമയത്ത് ഗർഭിണി കൂടിയായിരുന്ന ഷൈമോളോട് പ്രതാപചന്ദ്രൻ പെരുമാറിയത് ഒരു ക്രിമിനലിനോടെന്ന വണ്ണമായിരുന്നു. വാക്കേറ്റത്തിനിടെ യുവതിയുടെ കരണത്ത് പ്രതാപചന്ദ്രൻ ആഞ്ഞടിക്കുകയും ചെയ്തു. ഷൈമോളെ മർദ്ദിച്ച സംഭവത്തിൽ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ തുടക്കത്തിൽ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിരുന്നില്ല. എന്നാൽ ദമ്പതിമാർ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് ദൃശ്യങ്ങൾ കൈമാറാൻ പോലീസ് നിർബന്ധിതരായത്. ഈ ദൃശ്യങ്ങൾ കോടതിയിൽ എത്തുന്നതോടെ പ്രതാപചന്ദ്രന്റെ വാദങ്ങളെല്ലാം പൊളിയുമെന്നാണ് നിയമവിദഗ്ധർ കരുതുന്നത്. നോർത്ത് സ്റ്റേഷനിൽ നിന്നും പിന്നീട് അരൂരിലേക്ക് സ്ഥലമാറ്റം ലഭിച്ച പ്രതാപചന്ദ്രൻ അവിടെ SHO ആയിരിക്കെയാണ് ഇപ്പോൾ സസ്പെൻഷനിൽ ആയിരിക്കുന്നത്. സസ്പെൻഷൻ കാലയളവിൽ ഇദ്ദേഹത്തിനെതിരെ കൂടുതൽ വകുപ്പുതല അന്വേഷണങ്ങൾ നടക്കുകയാണ്. വനിതാ ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റിയെന്നും കുഞ്ഞുങ്ങളെ നിലത്തെറിഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള പോലീസിന്റെ ആദ്യത്തെ കള്ളക്കഥകൾ ഹൈക്കോടതി ഇടപെടലിലൂടെ പുറത്തുവന്ന CCTV ദൃശ്യങ്ങളോടെ പൊളിയുകയും ചെയ്തു. ശാന്തയായി നിൽക്കുന്ന യുവതിയെ CI തല്ലുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. മുഖ്യമന്ത്രി ഇടപെട്ട് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത് വകുപ്പുതല നടപടി മാത്രമാണെന്നും കോടതിയിൽ നിന്ന് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഷൈമോൾ പറയുന്നു. കേസ് ഇപ്പോൾ എറണാകുളം ACJM കോടതിയുടെ പരിഗണനയിലാണ്. പ്രതാപചന്ദ്രനെതിരെ ഉയരുന്ന ആദ്യത്തെ പരാതിയല്ല ഇത് എന്നതും ഗൗരവതരമാണ്. 2023 ഏപ്രിൽ 1-ന് നോർത്ത് റെയിൽവേ മേൽപ്പാലത്തിന് താഴെ വിശ്രമിക്കുകയായിരുന്ന റെനീഷ് എന്ന യുവാവിനെ പ്രതാപചന്ദ്രൻ ക്രൂരമായി തല്ലിച്ചതച്ച സംഭവം ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. കാക്കനാട് വീടുള്ളവൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നതായിരുന്നു മർദ്ദിക്കാനുള്ള ഏക കാരണം. മറുപടി പറഞ്ഞ റെനീഷിനെ ലാത്തി കൊണ്ട് ക്രൂരമായി തല്ലിയപ്പോൾ മർദ്ദനത്തിന്റെ ആഘാതത്തിൽ ലാത്തി ഒടിഞ്ഞുപോയി എന്നാണ് പരാതി. മർദ്ദനമേറ്റ സ്റ്റേഷനിൽ വെച്ച് ഛർദ്ദിച്ച് അവശനായ റെനീഷിനെ ഒടുവിൽ പോലീസ് തന്നെ ആശുപത്രിയിലാക്കി. അതുപോലെ 2023 മെയ് 16-ന് കലൂരിൽ ചായ കുടിക്കാൻ പോയ സനൂപ് എന്ന യുവാവിനും പ്രതാപചന്ദ്രന്റെ പോലീസ് മുറ അനുഭവിക്കേണ്ടി വന്നു. പോലീസ് നടപടി ഫോണിൽ പകർത്തിയെന്നാരോപിച്ച് സനൂപിനെ ക്രൂരമായി മർദ്ദിക്കുകയും കള്ളക്കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. താൻ ചെയ്തത് പെട്ടെന്നുണ്ടായ പ്രതികരണമാണെന്നും യുവതി പ്രകോപിച്ചതാണ് കാരണമായതെന്ന് സസ്പെൻഷനിലായ പ്രതാപചന്ദ്രൻ ഇന്നും വാദിക്കുന്നുണ്ട്. എന്നാൽ പഴയ പരാതികളും ഓരോന്നായി പുറത്തുവരുന്ന ദൃശ്യങ്ങളും പ്രതാപചന്ദ്രൻ എന്ന ഉദ്യോഗസ്ഥന്റെ സ്വഭാവ ദൂഷ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഗർഭിണിയായ ഷൈമോളെ മർദ്ദിക്കുന്നതിന് മുമ്പ് നോർത്ത് സ്റ്റേഷനിലെ തന്നെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കാണാനെത്തിയ സുഹൃത്തായ യുവതിയോടും ഇദ്ദേഹം മോശമായി പെരുമാറിയതായി പരാതിയുണ്ട്.